കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേട്ടിന് ഇതെന്തൊരു ചവിട്ടിയെന്ന് ഞാൻ പേടിച്ചു പോയി. ഇനി പേടിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. നീ അറിഞ്ഞോ ആ ചെക്കനെ പോലീസ് പൊക്കിയെന്ന്? ഓ, നീ കൃത്യമായ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ. നീ അമ്പലത്തിൽ പോകുന്നത് ദൈവത്തിനെ കാണാനല്ലല്ലോ, അവന്റെ മുത്തശ്ശിയെ കാണാനല്ലേ. നീ എന്തൊക്കെ കള്ളക്കളിയാമായി കാണിക്കുന്നേ? കള്ളക്കളിയോ? പിന്നെ ഇതിന്റെയൊക്കെ പേരെന്താ? നമ്മുടെ ജീവിതത്തിലെത്ത എന്ത് യോഗ്യത ആ ചെക്കനുള്ളത്? പൂജയെ തിരിച്ചുകൊണ്ടെന്ന് അവനെ കെട്ടിച്ചു കൊടുക്കാനാണോ നിന്റെ പദ്ധതി? ആദ്യം തിരിച്ചുകൊണ്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഓ, ഇപ്പൊ അങ്ങനെയായോ? കഴിഞ്ഞതൊക്കെ നീ ഇത്ര വേഗം മറക്കരുത് മായേ. ഞാൻ എന്ത് മറന്നു എന്നാ ഏട്ടൻ ഈ പറയുന്നേ? ഇപ്പോഴും നീ എന്നെ ഏട്ടാന്ന് വിളിക്കുന്നുണ്ടല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ഏട്ടനൊരു കാര്യം മനസ്സിലാക്കണം. ജീവനും പൂജയും തമ്മിലുള്ള വിവാഹം 100 മനസ്സോടെയാ നമ്മൾ ഉറപ്പിച്ചത്. അതെ, അതിനിപ്പോ എന്താ മാറ്റം? മാറ്റമില്ലേ? അവൾക്ക് ജീവന് വേണ്ടാത്തതുകൊണ്ടല്ലേ കല്യാണം ഉറപ്പിച്ചതിന്റെ പിറ്റേ ദിവസം അവള് നാട് വിട്ടത്. അപ്പൊ പിന്നെ ഈ കാര്യത്തിൽ നമുക്ക് മാറ്റി ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ കുറച്ചുകൂടി പക്വത എന്റെ പെണ്ണിൽ നിന്ന് പ്രതീക്ഷിച്ചു. ഇതിപ്പോ ഈ നാട്ടിലെ ലോക്കൽ പെണ്ണുങ്ങളും നീ തമ്മിൽ എന്താ വ്യത്യാസം? പെൺമക്കൾ ഒളിച്ചോടുമ്പോ ആദ്യം ലോകം മുഴുവൻ ഓടി നടന്ന് ഇളക്കും, പിന്നെ പോലീസ് കേസ് കൊടുക്കും. കരഞ്ഞും ശപിച്ചും ഇനി ജന്മത്ത് അവരുമായി ഒരു ബന്ധവുമില്ലെന്ന് സർവ്വ ദൈവങ്ങളെയും പിടിച്ച ആണയിടും. ഒടുക്കം കുട്ടിയൊന്നിനെ ഒക്കത്ത് വെച്ച് പെണ്ണ് വന്ന് കയറുമ്പോ കുഞ്ഞിന്റെ സെന്റിമെന്റ്സും പറഞ്ഞ് 2 കൈ നീട്ടി സ്വീകരിച്ച് കെട്ടിപ്പിടിച്ച് കരയും. 4-ാം പക്കം മരുമകനെ വിളിച്ച് വീട്ടിൽ കയറ്റി സദ്യ കൊടുത്ത് സൽക്കരിക്കും. പിന്നെ പെണ്ണിനെ തപ്പി കൂടെ നടന്നവരെല്ലാം ശത്രുക്കളാവും. ഈ നാട്ടു നടപ്പല്ലേ നീ നടപ്പിലാക്കാൻ പോകുന്നത്? ഏട്ടൻ വെറുതെ മുൻവിധി ഉണ്ടാക്കരുത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല. എങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞാലും നടക്കാൻ പോകുന്ന ഇതൊക്കെ തന്നെയാ. പറഞ്ഞിട്ട് കാര്യമില്ലടി, പെണ്ണെന്നും പെണ്ണ് തന്നെയാ. പക്ഷേ നീ ഒരു കാര്യം ഓർത്തോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നിനക്ക് ഇങ്ങനൊരു കൂടപ്പിറപ്പില്ല. ഞാൻ മരിച്ചു എന്ന് കേട്ടാ പോലും നീ ആ പടി ചവിട്ടാൻ പാടില്ല. തീരുമാനം നിന്റേതാ. നിന്റെ ജീവിതത്തിൽ ഞാൻ വേണോ അതോ ഇന്നലെ എപ്പോഴോ കണ്ടുമുട്ടിയ ആ തള്ള വേണോ എന്ന് നല്ലോണം ആലോചിക്ക. എനിക്ക് IG രാമകൃഷ്ണൻ എന്ന് കാണണം. ചെന്നട സാർ. ആ, ഇരിക്കണം സാർ. എന്താ സാർ വിശേഷിച്ച്? വിശേഷങ്ങൾ തനിക്ക് അറിയാവുന്നത് തന്നെ. എനിക്ക് ആ പയ്യനൊന്ന് കാണണം. DGPയുടെ സ്പെഷ്യൽ ഓർഡർ വാങ്ങിയിട്ടുണ്ട്. സാർ വരൂ. അയാൾ അകത്തുണ്ട് സാർ, കണ്ടോളൂ. ആദിത്യന് എന്നെ മനസ്സിലായോ? ഞാൻ പൂജാരചന ശ്രീനിവാസൻ. ഞാൻ ആദിത്യനെ കാണാമെന്നതൊരു റിക്വസ്റ്റ് കൊണ്ടാണ്. ആദിത്യനറിയാലോ ഞാനും എൻ്റെ ഭാര്യയും എങ്ങനെയാണ് പൂച്ചമോളെ വളർത്തിയതെന്ന്.
ആണും പെണ്ണുമായിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായും ഒരുപാട് ലാളിച്ചിട്ടുണ്ടാവുമല്ലോ. അവളായിരിക്കുമല്ലോ ഞങ്ങളുടെ ഏക പ്രതീക്ഷയും സ്വപ്നമൊക്കെ. കഥകളൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇനി അഥവാ പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ തനിക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ഞങ്ങളുടെ പൂജമോള് തൻ്റെ കൂടെ ഇറങ്ങിപ്പോയ ശേഷം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ താളം തെറ്റി. സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോ നോർമല ജീവിക്കുന്നേ ഉള്ളൂ. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങളെ കുഴയ്ക്കുന്നുണ്ട്. ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസത്തോളം മടങ്ങി വരുന്നുള്ള പ്രതീക്ഷയില്ല. ഞങ്ങളുടെ പ്രതീക്ഷയുടെ താക്കോല് ഇപ്പൊ ആദ്യത്തിന്റെ കയ്യില്. ആദ്യത്തിന് ആവശ്യപ്പെടുന്നത് എന്തും ഞങ്ങൾ തരും. അത് പണമാണെങ്കിൽ അങ്ങനെ, സ്വത്ത് മുതലുമാണെങ്കിൽ അങ്ങനെ. ഇനി അതല്ല, അവളെ തന്നെയാണെങ്കിൽ അങ്ങനെയും. പക്ഷേ അവൾ എവിടെയുണ്ടെന്ന് മോനോട് പറയണം. കള്ളം പറഞ്ഞ് എന്നെ ഒഴിവാക്കാന്ന് മോൻ വിചാരിക്കണ്ട. നഷ്ടപ്പെട്ടതൊന്നും ഇനി തിരിച്ചു കിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഒരു പ്രതീക്ഷ. ദയവ് ചെയ്ത് ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. മോനും മാത്രമേ ഇനി ഞങ്ങളെ സഹായിക്കാൻ കഴിയും. എന്താ മോനൊന്നും മിണ്ടാത്തെ? എന്താണ് നീ മിണ്ടാത്തെ? ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും നിന്റെ തലയിലേക്ക് കയറിയില്ലേ? നീ കേട്ടില്ലേ? എന്താടാ നീ ഒന്നും മിണ്ടാത്തെ? വാ തുറക്കില്ലെന്ന് നീ ശബ്ദം ചെയ്തിരിക്കുകയാണോടാ? എന്താടാ നീ ഒന്നും മിണ്ടാത്തെ? എന്താ മിണ്ടാത്തേന്നു? വാതർത്തു പറയടാ, അവളെവിടെ? കുന്നുകളെന്ന് പറയുന്നതിന് ഞാൻ അവളെവിടെ? എന്താ ഇത്?